റൈറ്റിംഗ് ബോർഡും പോട്ടെ, എന്നാ ബോർഡാണ്? കട്ടിംഗ് ബോർഡ്. ഹായ്, എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഞങ്ങള് രാവിലെ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അടുപ്പ് കത്തിക്കുന്ന സീനറിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീ ഇങ്ങനെ ആളി കത്തുന്നത്. ഞാനാണെങ്കിലേ കുറച്ച് കട്ടിയുള്ള പേപ്പറുകളൊക്കെ അങ്ങ് ഇട്ട് കൊടുത്തേ. അപ്പോൾ വിറകിന് പെട്ടെന്ന് അങ്ങ് തീ പിടിച്ചു. ന്യൂസ് പേപ്പറല്ല, അല്ലാത്ത മോഡൽ പേപ്പറുകൾ. പിന്നെ കഴിഞ്ഞ ദിവസം എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ അടുപ്പഞ്ചോട്, ഈ അടുപ്പിൻ്റെ തറയില്ലേ, അത് ചൂല് വെച്ച് എന്തിനാണ് അടിക്കുന്നതെന്ന് ചോദിച്ചിട്ട്. അത് നമ്മളിവിടെ മറ്റ് ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുക്കുന്ന ചൂലല്ല കേട്ടോ. ഇതിന് മുകളിൽ നിറച്ച് ഇങ്ങനെ കരി നിറയെ കമ്പി പാകിയേക്കുവാണ്. ഈ ഷീറ്റ്, റബ്ബർ ഷീറ്റൊക്കെ ഇടാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ കമ്പി പാകി പോയേക്കുവാണ്. അപ്പം അതിൽ നിറച്ച് കരി പിടിക്കും. ഇല്ലിരുത്തും കരി എന്ന് നമ്മൾ പറയും കേട്ടോ. ഈ മാറാലയിലേക്ക് ചെന്നിട്ട് ഇങ്ങനെ കരി പിടിച്ചിട്ട് കട്ടിയായിട്ട് തൂങ്ങും. പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ എല്ലാം ഈ ചെറിയ ഈ കയറും കെട്ടിത്തൂക്കിയൊക്കെ ഇട്ടിട്ടുണ്ട്. മിക്കവാറും ഷീറ്റൊക്കെ പുകയ്ക്കാൻ വേണ്ടി അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശത്തിലുണ്ടാക്കിയതായിരിക്കും. ഇവിടെ എൻ്റെ റബ്ബറൊക്കെ ഉള്ളതുകൊണ്ടേ. അപ്പോൾ ഈ ഇല്ലിരുത്തും കറി എല്ലാം കൂടെ പിടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ താഴേക്ക് വീണ് വരുമ്പം ഇതിനെല്ലാം ഇങ്ങനെ അടിച്ചടിച്ച് അതാണ് ഈ കാണുന്ന ഈ ബ്ലാക്ക് കളറൊക്കെ കേട്ടോ. അതെല്ലാം കൂടെ അടിച്ചടിച്ച് നമ്മൾ എടുക്കാനായിട്ട് എടുത്തിരിക്കുന്ന ഒരു ചൂലാണ്. പിന്നെ അങ്ങനെ ഒരു കമൻറ്റ് വന്നത് കൊണ്ട് നമ്മൾ പഴയ ഒരു തുണി എടുത്താണ് ഇപ്പം തറയൊക്കെ തുടയ്ക്കുന്നത് കേട്ടോ. ഇനിയിപ്പം ആ ചൂല് നമുക്ക് അടിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇങ്ങനെ എടുക്കാം. പിന്നെ ഈ ഇതൊക്കെ തുടയ്ക്കണ സാധനം ഉണ്ടാടാ, അതിൻ്റെ പേരെന്നാടാ ഈ തുടയ്ക്കണ? ഇങ്ങനെ ഈ കുന്തം പോലെ ഇരിക്കുന്ന സംഭവം ഇല്ലേ, ഈ മറാലയൊക്കെ തൂത്തെടുക്കുന്നത്. അതിന് തൂത്തെടുക്കുമ്പോൾ അതിലേക്ക് കരിയെല്ലാം കൂടെ പിടിക്കും. കരി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മൊത്തം കഴുകേണ്ടതായിട്ട് വരുവേ. കഴുകാനും പോകത്തില്ല. പിന്നെ വീടിൻ്റെ മോളൊക്കെ തുടയ്ക്കുമ്പോൾ പിന്നെ വീടിൻ്റെ മോള് നിറച്ച് ഈ കരിയെല്ലാം കൂടെ പിടിക്കും. അതും വൃത്തികേടല്ലേ. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ അത് എടുക്കാത്തത് കേട്ടോ. ഇതേ പൊക്കിക്കൊണ്ട് വരുന്നത്. എടുത്തോണ്ട് പോ. ഇങ്ങോട്ടാണോ കൊണ്ടുവരുന്നത്? മാറ ഞാൻ ചോറ് വെക്കട്ടെ. നമ്മളെ ഇനി വെള്ളം കൊണ്ട് വെക്കട്ടെ കേട്ടോ. അപ്പൊ നമ്മുടെ വിറകിനെല്ലാം ശരിക്ക് തീ പിടിച്ചേ. കാണിച്ചു തരാവേ. കണ്ടോ, വിറകിനെല്ലാം ശരിക്ക് തീ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ആളി കത്തുന്ന തീയൊക്കെ അങ്ങ് നിന്നു. നമ്മളെ യാതൊരു പ്ലാനിങ്ങും ഇല്ലാതെയാണ് കേട്ടോ ഇപ്പം ഇന്ന് അടുക്കളയിലേക്ക് വന്നത്. ഇന്നലെ ആണെങ്കിൽ ഞാൻ ചോറിന് ഇനിയിപ്പോൾ കറി ഉണ്ടാക്കാനെന്ന് പറയാൻ ഇവിടെ കുറച്ച് ഉണക്കപ്പയറ്, കടല, ചെറുപയർ അങ്ങനെയുള്ള കുറച്ച് ഉണക്ക ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി എന്തുണ്ടാക്കണമെന്ന് ചിന്തിക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ കോളേജിൽ പോയിട്ട് വന്നപ്പോൾ ഞാൻ ഒരു ട്രേ മുട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് മുട്ട ഇരിപ്പുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട്. പിന്നെ സോയാബോൾ ഇരിപ്പുണ്ട്. സോയാബീനും സോയാബോളും ഒന്നാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ബോൾ പോലെ ഉള്ളതുകൊണ്ട് സോയാബോൾ ഇതായിരിക്കും എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് പറയുകയാണ്. ഞാൻ വല്ല ഗൂഗിളിലോ എവിടെയെങ്കിലുമൊക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പം പിന്നെ സോയാബോൾ കറി വെക്കാനായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കത് പുതിയ അറിവായിരുന്നു കേട്ടോ. എനിക്കറിയത്തില്ല, നമ്മുടെ വീട്ടിൽ ഇതൊന്നും പണ്ടൊന്നും വാങ്ങാറില്ലായിരുന്നു. ഞാൻ ഈ അടുത്ത കാലത്തൊക്കെയാണ് ഞാൻ കുക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ, അല്ലെങ്കിൽ ഞാനിങ്ങനെ ഒറ്റയ്ക്കായി പോയപ്പോൾ മുതലൊക്കെയാണ് ഞാൻ ഇതൊക്കെ വാങ്ങി കറി വെച്ച് തുടങ്ങിയത് കേട്ടോ. അപ്പം ഞാൻ സാധാരണ ശരിക്കും വെള്ളത്തിലിട്ടിട്ടത് 3-4 പ്രാവശ്യം ഞെക്കിപ്പിഴിഞ്ഞ് കഴുകി കീറിയിട്ട് നന്നായിട്ട് കഴുകിയിട്ട് പിഴിഞ്ഞ് കളഞ്ഞിട്ട് ഞാൻ കുക്കറിലിട്ട് പെട്ടെന്ന് അങ്ങ് വേവിച്ചെടുക്കും. അല്ലെങ്കിൽ സാധാരണ പാത്രത്തിലിട്ട് വേവിച്ചെടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം എന്നോട് പറഞ്ഞ് തിളപ്പിച്ചിട്ട് അത് ശരിക്കും 2-3 പ്രാവശ്യം വെള്ളത്തിൽ ഞെക്കിപ്പിഴിഞ്ഞ് കഴുകി കളഞ്ഞിട്ട് വേണം കുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇന്ന് ഇനിയിപ്പോൾ ഞാൻ സോയാബോൾ എടുത്ത് കറി വെക്കാമെന്ന് വിചാരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കണം എന്ന് എനിക്ക് യാതൊരു എത്തും പിടിയുമില്ല. എന്നതാ സോയാബോളോ? ഫ്രൈ ആയിട്ട് ഉണ്ടാക്കിയാൽ പറ്റത്തില്ല. നമുക്ക് ഇതിനൊക്കെ എടുക്കണത് അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ എന്താ ഉണ്ടാക്കും? ഇവിടെ എന്താ ഉള്ള അപ്പം പൊടി ഇരുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം എടുത്ത അപ്പം ചുട്ടി. ഇനി അതിനകത്ത് എടാ ആ പൊടിയും കിടത്തേടാ. ആദ്യം കിടത്തേ. മാഗി നൂഡിൽസ് അല്ല ഇറക്കാം. ഇത് ഞാൻ വീണ്ടും ആ പൊടിയും കിടത്തേടാ വെച്ചാ. അതിങ്ങ് തന്നെ. അതെങ്ങനെ ചാടി? ഞാനൊന്നുമല്ല ചാടിച്ച. ഇതൊക്കെ ഏത് പൊടിയാടാവേ? നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കിയാണോടെ അതിനകത്ത് പൊടി കുറച്ചിരിപ്പുണ്ട്. പുട്ടുപൊടി നാളെ എടുക്കാം. നാളെ കഴിഞ്ഞാൽ വല്ല എടുക്കാം. പക്ഷേ ആ പൊടി മുഴുവൻ ചാടിപ്പോയല്ലോടാ. സങ്കടം വരുന്നു. നാളെ നമുക്ക് ദോശ വല്ലതും ഉണ്ടാക്കാവേ. കൊട്ടല്ല പൊട്ടിപ്പോവും. അതിനകത്തേക്ക് പൊടി മുഴുവൻ അങ്ങ് ചാടി. അതെന്തുവാടോ വെച്ചാ?
ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ടേ പലർക്കും ഒത്തിരി തെറ്റിദ്ധാരണകളുണ്ട്. ഇടത് കൈ കൊണ്ടാണോ അരി ഇടുന്നത് എന്നൊക്കെ കമൻ്റൊക്കെ വരാറുണ്ട് കേട്ടോ. നമ്മൾ ഫ്രണ്ട് ക്യാമറയിൽ സെൽഫിയോ വീഡിയോയോ ഒക്കെ എടുക്കുമ്പോൾ ഇടത് വലതാകും, വലത് ഇടതാകും. ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് ഒരു സെൽഫി എടുത്ത് നോക്കിയാൽ മതി, നമ്മുടെ ഇടതുവശം ഏതാണോ വലതുവശം ഏതാണെന്ന് കേട്ടോ. അപ്പം അത് അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. ഞാൻ അരി കഴുകാൻ നേരത്തെ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് ലാസ്റ്റ് ചൂടുവെള്ളത്തിലും കൂടി ഒന്ന് കഴുകിയിട്ടാണ് ഞാൻ അരി ഇടാറുള്ളത് കേട്ടോ. ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടെങ്കിൽ കമൻറ്റ് ഇടണേ. അതുപോലെ ചോദിക്കാറുണ്ട്, അരി വെള്ളം തിളയ്ക്കുന്നതിന് മുമ്പാണ് അരി ഇടുന്നത്, വെള്ളം തിളയ്ക്കാൻ നിൽക്കാറില്ലെന്ന്. അപ്പോൾ എനിക്ക് വേറെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, വെള്ളം തിളച്ചതിന് ശേഷം അരി ഇടാൻ കൊള്ളത്തില്ല, തിളക്കരുത്, ചൂടാകുന്നതിന് മുമ്പ് ഇടണം. ഞാൻ പൊതുവേ ചൂടാകുമ്പോഴാണ് ഇടാറുള്ളത്. പിന്നെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു പണിക്ക് എന്തെങ്കിലും പോയാൽ വെള്ളം അങ്ങ് തിളച്ച് പോകുന്നേ ഉള്ളൂ കേട്ടോ. ഓരോരോ വിശ്വാസം അതല്ലേ എല്ലാം. നമ്മുടെ ഇടിയപ്പം ഇവിടെ റെഡി ആക്കണ്ടേ. ഇടിയപ്പം ഉണ്ടാക്കിയ പാത്രം, ഇതിന്റെ പേരാണ് സേവനാഴി. ഞാനൊരു 3 മുട്ട എടുത്ത് പുഴുങ്ങാൻ വെച്ചേ. ചുമ്മാ മുട്ട പുഴുങ്ങി തിന്നുന്നത് നല്ലതാണ് കേട്ടോ. ദിവസം ഒരു മുട്ട കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓവർ ആവാതിരുന്നാൽ മതി. അധികമായാൽ അമൃതും വിഷം എന്നല്ലേ. പക്ഷെ നമുക്ക് ദിവസവും ചെല്ലേണ്ടുന്ന കലോറിയും ഊർജവും പ്രോട്ടീനും എല്ലാം നമ്മുടെ ശരീരത്തിലേക്ക് ദിവസം ചെല്ലണം. ഇല്ലെങ്കിൽ അതും പ്രശ്നമാണ്. ഒരു മുട്ട കഴിച്ചതുകൊണ്ട് നമുക്ക് അങ്ങനെ വണ്ണമൊന്നും വെക്കത്തില്ല കേട്ടോ. മുട്ടയുടെ മഞ്ഞ കഴിച്ചൊന്നും പറഞ്ഞാൽ നമുക്ക് വണ്ണമൊന്നും വെക്കത്തില്ല. വണ്ണം വെക്കുന്ന തടി കൂടുമെന്നൊക്കെയുള്ള വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. കാരണം മഞ്ഞക്കറി കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കധികം വിശപ്പ് തോന്നത്തില്ല. നമ്മളിങ്ങനെ വലിച്ചു ആരും കഴിക്കത്തുമില്ല. ഇത് ഇത്രയും അടിയിൽ പിടിച്ചു. ഇനിയിപ്പോൾ ഇതിപ്പം വെച്ച് കൊടുക്കാൻ സ്പേസ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇത്രയും കാര്യങ്ങളൊന്ന് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് ഇടണം. അല്ലെങ്കിൽ ഈ ഇതൊക്കെ ഉണങ്ങി പിടിച്ചു, അല്ലെങ്കിൽ കഴുകി തേച്ചാൽ പോകത്തില്ല. ചോറ് കോരുന്ന തവിയാണ് കേട്ടോ ഇത്. നമ്മുടെ സോയാബോൾ ഞാൻ ചൂട് തിളപ്പിക്കാനായിട്ട് വെച്ചട്ടോ. എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ തിളപ്പിച്ച് നമുക്ക് കഴുകി എടുത്തിട്ട് വേണം നമുക്ക് കറി വെക്കാൻ. അപ്പം നമ്മുടെ ഇടിയപ്പം ഇവിടെ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ തണുത്തിട്ട് പാത്രത്തിലേക്ക് മാറ്റാം. ചൂടോടുകൂടി മാറ്റണ്ട. അപ്പം സോയാബോൾ ചൂടാവട്ടെ. പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ആക്കിയെടുക്കാം. ചോറ് തിളച്ചിട്ടുണ്ട് കേട്ടോ.
കോഴിക്കുഞ്ഞുങ്ങളെ ഇവിടെ കാക്കേനെ പരുന്തിന് പേടിയാണ്. കാക്ക പരുന്തിനെ ഓടിക്കും. അത് നിനക്കറിയില്ലേ? ഇതൊന്ന് തിളപ്പിച്ച് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ആ ഒരു കട്ടും അതെല്ലാം പോയിട്ടോ. പിന്നെ വേറെ ഒന്നുമില്ല, നിൽക്കാൻ വെള്ളം പോലും വരത്തില്ല. ചിലതിൽ മാത്രമേ ഉള്ളൂ വെള്ളം. ഇതിലൊന്നുമില്ല. വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് കറി വെക്കാവേ. സോയാബോൾ കറി വെക്കണം. ശരി, ബീഫ് വെക്കും പോലെ തന്നെ. അപ്പം കറി വെച്ച് ഞാനങ്ങ് ദീർഘിപ്പിക്കുന്നില്ല കേട്ടോ. ഇത് കറിയൊക്കെ വെക്കണം. പിന്നെ അച്ചാർ ഉണ്ടാക്കാറുണ്ട്. അച്ചാറിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ നേരത്തെ പൈനാപ്പിൾ അച്ചാറൊക്കെ 1 month എഗോ ആണെന്നോണു 1 month ബിഫോർ ഞാൻ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഒരു പൈനാപ്പിൾ അച്ചാറിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. നമുക്കിപ്പം ചട്ടിയിൽ വെക്കാം. ചട്ടിയിൽ അപ്പം ഞാൻ കറിയൊക്കെ ഉണ്ടാക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സോയാബോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബീഫ് കറി വെക്കും പോലെ തന്നെ ചാറോട് കൂടിയായിട്ടോ ഉണ്ടാക്കിയത്. നമുക്ക് ഇടിയപ്പത്തിനൊക്കെ കഴിക്കാനും ചോറിനൊക്കെ നല്ലതാണല്ലോ. ചാറും കൂടെ ഒഴിച്ച് കഴിക്കുവാണെങ്കിൽ ചാറ് കറിയില്ല എന്നുള്ളവരുടെ പരാതിയും തീരും. അതുപോലെ നോൺ വെജ് ഒന്നും കൂട്ടില്ലാത്തവർക്ക് കഴിക്കാൻ പറ്റിയ ബീഫ് പോലെ തന്നെ കറി വെച്ച് കഴിക്കാൻ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ ബീഫ് കറിയുടെ ടേസ്റ്റ് എന്താണെന്ന് അറിയാത്ത ആളുകൾക്ക് സോയാബോൾ വാങ്ങി കറി വയ്ക്കാം. തികച്ചും ഇത് വെജിറ്റേറിയൻ ആണ് കേട്ടോ, വെജിറ്റബിളാണ്. അപ്പം ഞാനൊരു 3 മുട്ട പുഴുങ്ങി വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ തൊണ്ട് പൊളിക്കണം കേട്ടോ. തൊണ്ട് പൊളിക്കാൻ പെടുന്ന പാടേ എന്നൊക്കെ ഞാൻ പറയും. ചിലപ്പോൾ മാത്രം പാട് പെടാറുണ്ട്. പക്ഷേ മുട്ടത്തൊണ്ട് പൊളിക്കണ വലിയ കുഴപ്പമുള്ള കാര്യമൊന്നും അല്ല. ഒരാൾ ഓടിപ്പാഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ബാസ്ക്യൂവിന് നമ്മൾ മുട്ട വാട്ടി കൊടുക്കുന്നതാണ്. പുഴുങ്ങിയത് കഴിക്കുന്നതിനേക്കാളും ബെറ്ററാണ് കേട്ടോ വാട്ടി കൊടുക്കുന്നത്. പച്ച പോലെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എടാ നിനക്ക് തരാതെ ഇവിടെ ആൾക്ക് അതാ കൊണ്ടുവന്ന മുട്ടയുടെ ആദ്യം കൊണ്ടുവന്ന മുട്ട വാങ്ങി അന്ന് 3 മുട്ടയാണ് ബാസ്ക്യൂവിന് കൊടുത്തത്. ഇവിടെ കൊണ്ടുവരുന്ന മുട്ട കൂടുതൽ കഴിക്കുന്ന കക്ഷിയാണ് കേട്ടോ. ഓരോ പ്രാവശ്യം ചോറ് കഴിക്കുമ്പോഴും നമ്മൾ മുട്ട വാട്ടിയിട്ട് കൊടുക്കും. വാട്ടിയിട്ട് പൊട്ടിച്ച് ചോറിലേക്ക് ഒഴിച്ച് ബാസ്ക്യൂ മോനെ അങ്ങ് തീറ്റിക്കും. അല്ലാതെ പുഴുങ്ങി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഒറ്റ അടിക്ക് എടുത്ത് വിഴുങ്ങും. പാത്രം കഴുകി. അപ്പോൾ ഇതാ നമ്മൾ ഇടിയപ്പവും അതുപോലെ തന്നെ സോയാബോൾ കറിയും അതുപോലെ ചായയും എടുത്തിട്ടുണ്ട്. മുട്ട പുഴുങ്ങിയത് എടുത്തിട്ടുണ്ട്. ഞാനും ഇവിടെ കഴിക്കാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനും കഴിക്കാൻ എടുത്തിട്ടുണ്ട്. അമ്മച്ചി ഈ ഏരിയയിലൊന്നുമില്ല. അമ്മച്ചി ഇങ്ങനെ മുറ്റത്തോടെ നടക്കും. അമ്മച്ചി തോന്നുമ്പോൾ കയറി വരും. അല്ലെങ്കിൽ അമ്മച്ചി ഇങ്ങനെ എല്ലാ പറമ്പൊക്കെ നോക്കി ഇങ്ങനെ നടക്കും. വിളിച്ചോണ്ട് വേടാ, അതങ്ങനെ ഇരുന്നോളും. അമ്മച്ചി വരുമ്പോൾ കഴിച്ചോളൂ. അപ്പോൾ അതാ നമ്മൾ രണ്ടുപേരും കഴിക്കാൻ പോവാണ് കേട്ടോ. അമ്മച്ചിക്ക് ഇപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു. അമ്മച്ചി അവിടെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയാണ്. കിളികളും പക്ഷികളും പ്രകൃതി രമണീയമായ ഭംഗിയൊക്കെ ആസ്വദിച്ച് നല്ലതാ. പിന്നെ ഇടിയപ്പത്തിന് ഞാൻ എപ്പോഴും ഒന്നും തേങ്ങ ചേർക്കാറില്ല കേട്ടോ. നിനക്ക് ഇടിയപ്പം വേണോടാ? അവൻ്റെ ഒരു മുട്ട ഇപ്പം നമ്മൾ കൊടുത്തതേ ഉള്ളൂ. എന്നാ വാങ്ങ കഴിക്കടാ. അതൊക്കെ ഒന്നാം കഴിച്ചു. തേങ്ങ ഞാൻ എപ്പോഴും ചേർക്കാറില്ല കേട്ടോ. ചിലപ്പോൾ തേങ്ങ ഉണ്ടാകും, ചിലപ്പോൾ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ചേർക്കും, ചിലപ്പോൾ ഉണ്ടെങ്കിലും ചേർക്കാറില്ല. ചിലപ്പോൾ നെയ്യ് ഒഴിച്ച് ഇടിയപ്പം ഉണ്ടാക്കാറുണ്ട്. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നെയ്യ് ഒരല്പം ചേർത്തിട്ട്. ഇന്ന് നമ്മൾ അല്പം ഓയിൽ ചേർത്താൽ ഉണ്ടാക്കിയത്. എന്നാ നോക്കിക്കണേ, ഇടിയപ്പം വേണോ? മുട്ട ഒഴുങ്ങിയതുണ്ട്, അങ്ങനെ എടുത്ത് തന്നോ. ഒരു മുട്ട
അതിന് ഞാൻ അടച്ചിട്ട് എന്താ പറ്റി? അതുകൊണ്ടാണ് അടച്ചു വെച്ചു. മുട്ട എടുക്കണില്ല. കൈ കഴുകിയിട്ട് വരട്ടെ. എപ്പോ എടി എടി എന്നാ പഞ്ചായ എല്ലാം ഉണ്ട്. അത് ഇടിയപ്പം തിന്നുന്നുണ്ട് കേട്ടോ. ഭയങ്കര ദാഹം. എന്നാ പട്ടി കുത്തിയായി നീ ഡീവായി. അതിനോട് ഇച്ചിരി ഇടിയപ്പം കൊടുക്കടാ. എന്താ അമ്മ വീഡിയോ തലവേദന എടുക്കുക. നൂഡിൽസ് വല്ലതാ. അപ്പം ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ കൂട്ടുകാരെ. അത് കഴിയുമ്പോൾ നമ്മൾ പിക്കിൾ ഉണ്ടാക്കുന്നതായിരിക്കും. എന്ത് പിക്കിൾ ആൻസേ? പൈനാപ്പിൾ പിക്കിൾ. പൈനാപ്പിൾ പിക്കിൾ. നമ്മൾ ചോറ് വാർത്തിട്ട് ഇനി നമ്മൾ അച്ചാറുണ്ടാക്കാൻ പോവുകയാണ്. അപ്പം അച്ചാറുണ്ടാക്കാം കേട്ടോ ഇനി. അപ്പം അച്ചാറിടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് വൃത്തിയിൽ മുള്ളൊക്കെ നീക്കി എടുക്കണം. അധികം പഴുത്ത പൈനാപ്പിൾ കൊള്ളത്തില്ല കേട്ടോ. ഇതുപോലെ ചെനച്ചു തുടങ്ങിയ പൈനാപ്പിളാണ് നല്ലത്. അതായത് പച്ച കളറിൽ നിന്ന് മൂത്ത പൈനാപ്പിൾ ഉണ്ടല്ലോ, പഴുക്കാറായത്, അതാണ് നല്ലത്. പഴുത്തു തുടങ്ങിയതിന് ഓവർ മധുരമായിരിക്കും, അതത്ര കൊള്ളത്തില്ല. പിന്നെ അവിഞ്ഞു പോവുകയും ചെയ്യും പെട്ടെന്ന്. നമ്മളപ്പോൾ പൈനാപ്പിളൊക്കെ ചെത്തി വെച്ചിട്ട്, ചെറിയ പൈനാപ്പിളാണ് കേട്ടോ, ചെറിയ പൈനാപ്പിളാണ്. രണ്ട് സൈഡും കട്ട് ചെയ്ത് തൊലിയൊക്കെ നീക്കിയിട്ട് പരമാവധി ഒരു സാധനമൊക്കെ പരമാവധി നീക്കം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനി കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കണം. ഇതിന് വേണ്ടി ചെറിയ കഷ്ണങ്ങളാക്കണം. ഇതാ ഇതുപോലെ ഇതുപോലെയാണ് കഷ്ണങ്ങൾ. റൈറ്റിംഗ് ബോർഡിൽ വെച്ചങ്ങ് സ്പീഡിലങ്ങ് കട്ട് ചെയ്തിട്ട്. റൈറ്റിംഗ് ബോർഡും പോട്ടെ, എന്നാ ബോർഡാണ് കട്ടിംഗ് ബോർഡ്. എനിക്ക് അപ്പടി അക്ഷരപ്പശകാണ്. എന്തോ ചെയ്യാനാന്ന് പറ. നമുക്ക് മൊത്തത്തിൽ പെശകോട് പെശകാണോ. പൈനാപ്പിൾ പിക്കിൾ ഈ ബിരിയാണിയുടെ കൂടെയൊക്കെ വിളമ്പാൻ നല്ലതാണ്. കല്യാണത്തിനൊരു പീസ് പൈനാപ്പിൾ കൂടി വെക്കാറുണ്ട് ബിരിയാണിയുടെ ഒക്കെ കൂടെ. ദഹനം എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിതാ പൈനാപ്പിളൊക്കെ ഇവിടെ അരിഞ്ഞ് സെറ്റാക്കിയിട്ടോ. നമ്മൾ കുറച്ചധികം പൈനാപ്പിൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് നേരെ അച്ചാറിടാനായിട്ട് പോകാം.
ഞാൻ നല്ലെണ്ണയാണ് ഇട്ട് എടുക്കുന്നത്. നമുക്ക് അത്രയും ഇതുള്ളതുകൊണ്ട് നമുക്ക് നല്ലെണ്ണ മുഴുവനായിട്ട് എടുക്കേണ്ട വരുവേ, കാരണം കുറേ ഉണ്ടല്ലോ. കുറച്ച് ബാക്കി വെച്ചേക്കാം. ഉലുവ വേണം, കടുക് വേണം. അത് കൊണ്ട് തന്നിട്ടോടാ. വെള്ളമൊക്കെ ഒന്ന് പൊട്ടി തീരട്ടെ. കടുകും അതുപോലെ തന്നെ ഉലുവയും ഇട്ട് കൊടുക്കും കേട്ടോ. ഫ്ലെയിം തീ ശരിക്കും നമ്മൾ കുറച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, മുളകും ഉള്ളിയും കുറവാണ് കേട്ടോ. നമുക്ക് ഉള്ളത് കൊണ്ട് ഉണ്ടാക്കാമെന്നാട്ടോ ഞാൻ വിചാരിച്ചത്. അതുകൊണ്ട് കുറച്ച് മുളകും കുറച്ച് ഉള്ളിയും കൂടെ ആണ് കേട്ടോ. എന്താണ് പേടിപ്പിച്ചല്ലോടാ. മുഖത്തേക്ക് പൊട്ടിത്തെറിക്കാതെ. കറിവേപ്പില, ഉള്ളി, മുളകും കൂടെ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് പൊടി ഇടണം. കളിച്ചോ എന്താ കൈ ഇവിടെ ഇച്ചിരി മുറിഞ്ഞ് വട്ടം ചുറ്റി കളിക്കണുണ്ടോ? അതെന്നാടാ അത്? മുളകല്ലേ? മുളക് ഫ്രൈ ആകുന്നതാ. മാറി ഇതിന് ആറിച്ച് വേണം നമുക്ക് ഇതിനകത്തേക്ക് പൊടി ഇടാനായിട്ട്. പിക്കിൾ പൗഡർ ഇടണം, മുളക് പൊടി ഇടണം, മഞ്ഞൾപ്പൊടി ഇടണം, 4 പിക്കിൾ പൗഡർ ഇടണം. എന്താ എണ്ണ പൊക്കരുതട്ടെ, കാലിലൊക്കെ കൊള്ളും. എന്നാ ഇപ്പൊ പണ്ട് വെള്ളത്തിലിട്ടിട്ടുണ്ടെങ്കിൽ ഓടണ ബോട്ട് കിട്ടുമായിരുന്നു പള്ളി പെരുന്നാളിന് പോകുമ്പോ. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തേ, അല്ലെങ്കിലേ കരിഞ്ഞു പോകും. അതിന് വേണ്ടിയിട്ട് കേട്ടോ. ആൻസ് പൈനാപ്പിളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും കാണിച്ചോണ്ടിരുന്നോ, മറിച്ച് കാണിക്കല്ലേ. ഇപ്പൊ ഒന്ന് ചൂടാറണടാ. മാറി മാറി കൈ മുക്കല്ലേ, മാറ്റാ. ഏട്ടാ മാറി മാറി മാറി. ഇത്രയും പൈനാപ്പിൾ ഇല്ലേ, ഇത് ചേരുവാടാ, പാകാവോടാ ആൻസൂട്ടാ. അപ്പൊ മാറി മാറി ഇപ്പൊ ഇളക്കല്ലേ. ഈ കാശ്മീരി ചില്ലി അങ്ങനെ കളറിന് വേണ്ടിയിട്ട്. കാശ്മീരി തീർന്ന് ഇനി കടയിൽ പോകുമ്പോൾ അതൊക്കെ വാങ്ങാം. ചില്ലി പൗഡർ, ചില്ലി എരിയും, അതാണ് കുഴപ്പം. കായം ഇടാം. ഉപ്പ് കണ്ടോ? ഉപ്പ് ഞാൻ ഇതിനകത്താട്ടോ വെച്ചിരിക്കുന്നത്, ചില്ലുഭരണിക്കകത്ത്. മാറിക്കണ ഉപ്പിടുത്ത നമുക്കേ ഒരു കോള് വന്നേ. നീ മാറിപ്പോളാം മാറിപ്പോളാം. ഇവിടെ മാറാ. എനിക്ക് ഉപ്പ് ചേർക്കുമ്പോഴേ ഞാൻ തോന്നുന്ന കാര്യം പഠിച്ചത് നല്ല കിട്ടിയിട്ടില്ലായിരുന്ന കായം. ഞാൻ വിനീഗർ ഇങ്ങോട്ട് എടുത്ത് വെക്കേ. അപ്പൊ ഇനി ഇതൊന്ന് ഇറക്കട്ടെ. വിനിഗാരി അപ്പൊ നമ്മളതേ പൊടിയൊക്കെ ഇട്ടേ. പൊടി നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ പിക്കിൾ പൗഡറും അതും ഇതെല്ലാം ഇടാനായിട്ട് കേട്ടോ. അതിനുശേഷം ഞാൻ തീ ലോ ഫ്ലെയിമിൽ വെച്ചേക്കുവാണേ.
അല്ലെങ്കിൽ നമ്മുടെ പൊടി കരിഞ്ഞു പോകും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിനി ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞിട്ട് കരിയാനൊന്നും നിൽക്കരുത്. അന്നത്തേക്ക് നമ്മൾ പൈനാപ്പിൾ എടുത്ത് കൊട്ടിക്കൊടഞ്ഞിടണം. അന്നത്തേക്ക് നമ്മുടെ പൈനാപ്പിൾ അച്ചാർ ഇവിടെ റെഡി ആയി കഴിയും. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല, കുറച്ച് ഇതായി സംഭവം ചേർത്താൽ മതിയെ, വിനീഗർ ഇട്ടാ. അത്രയും പൈനാപ്പിൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഉരുളി എടുത്തത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ചെറിയ ചീനിച്ചട്ടിക്കകത്ത് അച്ചാർ ഉണ്ടാക്കാറുള്ളൂ. ഇപ്പം നമുക്ക് കുറേ പൈനാപ്പിൾ കിട്ടിയില്ലേ, അതുകൊണ്ട് ഞാൻ കുറച്ച് അച്ചാറും ഇട്ട് വെക്കാമെങ്കിലേ നമുക്കൊരു കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അച്ചാർ തൊട്ടുകൂട്ടിയൊക്കെ ആണെങ്കിലും ചോറുണ്ണാം. ഇതാണ് കേട്ടോ. അപ്പം എനിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് എല്ലാ കമൻറ്റ് വന്ന് അച്ചാറിട്ടോ എന്ന് ചോദിച്ച് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നേ. ഞാനാണെങ്കിൽ അച്ചാറിടാതെ പച്ചമുളകില്ല. ഞാൻ ഇന്നാൾ കടയിൽ പോയപ്പോഴേ ഇവിടെ കോളേജിൽ പോയിട്ടില്ലായിരുന്നു. അന്നേരം എനിക്ക് ഈ പച്ചമുളക് വാങ്ങുന്ന കാര്യം ഞാനങ്ങ് മറന്നുപോയി. സത്യം പറയാമല്ലോ, ഞാനാണെങ്കിൽ മുട്ട വീട്ടിലില്ലല്ലോ എന്ന് ഓർത്ത് മുട്ടയും വാങ്ങിച്ചിങ്ങ് പോന്നു. ഇനിയിപ്പോൾ എന്തായാലൊക്കെ തീർന്നു പോകുമ്പോൾ നമുക്ക് എഴുതി വെച്ചൊക്കെ വേണം എല്ലാം സെറ്റ് ചെയ്യാൻ. അപ്പോൾ അതാ ഇതായിട്ടുണ്ട് കേട്ടോ. നമുക്കിനി കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിനായിട്ട് അച്ചാറിന് ശ്രദ്ധിക്കണ്ട കേട്ടോ. നമ്മുടെ കയ്യിൽ കുറേ പൈനാപ്പിൾ കിട്ടിയപ്പോഴേ അത് കേടാകണ്ടല്ലോ എന്ന് കരുതി. അപ്പം ഞാൻ ഓർത്തു പിന്നെ അച്ചാറിട്ട് വെക്കാമെന്ന് ഓർത്തു. പിന്നെ എല്ലാം കൂടെ ഇളക്കി നമുക്ക് ഈ പൊടി എല്ലാവരും ഇതിനകത്തേക്ക് ആക്കണ്ട. അന്ന് ഞാൻ വിനിഗറൊക്കെ തീർന്നപ്പോൾ വാങ്ങി വെച്ചത് എൻ്റെ നല്ല ഭാഗ്യം. ഇനി നമുക്ക് കടയിൽ പോകുമ്പോൾ നല്ലെണ്ണ വാങ്ങണം, അച്ചാർ പൊടി വാങ്ങണം, കുറച്ച് കായം വാങ്ങണം, കശ്മീരി ചില്ലി വാങ്ങണം. ഇതെല്ലാം ഒന്ന് ആദ്യം തന്നെ എഴുതി വെക്കണം. എൻ്റെ ഒരു കാര്യം. നിറച്ച് വെളുത്തുള്ളി ഇടാമെങ്കിൽ നല്ലതാണ്. വെളുത്തുള്ളി വളരെ നല്ലതാണ് കേട്ടോ. കഴുത്തിന് വെളുത്തുള്ളി വളരെ നല്ലതാണ്. വെളുത്തുള്ളി കറിയിലൊക്കെ ശരിക്കും ഇടുന്നത് നല്ല അസിഡിറ്റി കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. പക്ഷെ നമുക്കിവിടെ വെളുത്തുള്ളി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഇതുപോലെ സാധനങ്ങളാണ് ഇവിടെ തീർന്നിരിക്കുന്നതെന്ന് അറിയാവോ? ഞാനാണെങ്കിൽ വെളുത്തുള്ളിക്കാണെങ്കിൽ 70 രൂപ, കിലോയ്ക്ക് 70 രൂപയ്ക്കൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചത്. അച്ചാർ പൊടി കറക്റ്റാണ് കേട്ടോ. ഇതെല്ലാം കൂടെ ഇട്ട് വെക്കാൻ ഒരു കുപ്പി ബോട്ടിലൊക്കെ ഇട്ട് തപ്പി കണ്ടുപിടിക്കണം. എയർ ടൈറ്റായ കുപ്പി വേണ്ടേ. കുറച്ച് എവിടെയൊക്കെ എടുത്ത് വെക്കാൻ പറ്റും എനിക്ക് അറിയത്തില്ല. ബോട്ടിലൊക്കെ കഴിഞ്ഞിരിക്കണം എവിടെയാണെന്നൊക്കെ നോക്കി. കഴിഞ്ഞ ദിവസം ഉപ്പിലിട്ടതൊക്കെ വെച്ച ബോട്ടിലൊക്കെ ഉണ്ട്, അതിലൊന്നും പറ്റത്തില്ലായിരിക്കും. ഞാനേ ക്യാമറ ഇട്ട് കാണിച്ചു തരാവേ. നല്ല ഭംഗിയാണ് കാണാൻ. അപ്പം നിങ്ങളത് കാണണ്ടേ കൂട്ടുകാരെ? നമ്മുടെ പൈനാപ്പിൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി ഒന്ന് ചൂടാവണം. അപ്പം അതിന് വേണ്ടി ഞാൻ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. കൈ അങ്ങ് എടുത്തിട്ട് ഇതാക്കുമ്പോഴേ ആൻസിൻ്റെ പൊടി പോലെ ഏരിയയിലില്ല. കണ്ടാ? നമുക്ക് വിനീഗർ ചേർത്താൽ മതിയേ. നമ്മുടെ അച്ചാറേ പൂത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വിനീഗർ ചേർക്കുന്നത്. പിന്നെ ഒരു പുളിയൊക്കെ കിട്ടാനൊക്കെ വേണ്ടിയിട്ട് കേട്ടോ. പൂത്ത് പോകാതിരിക്കാനും കേടാകാതിരിക്കാനാണ് മെയിനായിട്ട് നമ്മൾ വിനീഗർ ചേർക്കുന്നത്. കുറേ അച്ചാറുള്ളത് കൊണ്ട് നമുക്കിത് ചേർത്തേ പറ്റത്തുള്ളേ. കാരണം അത് കുറേ നാളിരിക്കും, അതുകൊണ്ട് കേട്ടോ. ഇച്ചിരി അച്ചാർ പൊടിയും വിനീഗറും കായവും ഉണ്ടെങ്കിലും നമുക്ക് ആരെങ്കിലും പെട്ടെന്ന് വന്നാൽ കറിയില്ലെങ്കിലേ ഏതെങ്കിലും പച്ചക്കറി ഇരിപ്പുണ്ടെങ്കിൽ ഒരു അച്ചാറിട്ട് അടിപൊളിയായിരിക്കും. എന്ത് പച്ചക്കറിയോ നമ്മുടെ മുന്നിൽ കാണുന്ന എന്തിനേ എടുത്തിട്ട് നമുക്ക് അച്ചാറിടാൻ പറ്റും. അതാണ് പിക്കിളിൻ്റെ ഒരു മഹത്വം കേട്ടോ. പിക്കിള് ഉണ്ടെങ്കിൽ നമുക്ക് എന്തോരം വേണേലും ചോറും കഴിക്കാൻ പറ്റും. ആ ഒരു പുളിയും ഉപ്പും എരിവും എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു രസത്തിൻ്റെയൊക്കെ വേറൊരു വേഷം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ലേ. അതാണ് കേട്ടോ. ഞാൻ എന്ത് കിട്ടിയാലും അച്ചാറിടാറുണ്ട്. എനിക്ക് അച്ചാറൊന്നും ഇടാൻ അറിയത്തില്ലായിരുന്നു. ഞാൻ ഈ അടുത്ത അച്ചാറിടാനൊക്കെ പഠിച്ചത്. ഇത്ര സിമ്പിളാണെന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. ഞാനിത് സംഭവം സൂപ്പറായി.
ഞാൻ അതുപോലെ തന്നെ അച്ചാറിട്ട റെസിപ്പി ചോദിച്ചവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു 1 മാസം മുൻപേ തന്നെ ഒരു ഷോർട്സ് വീഡിയോ എങ്ങനെയാണ് അച്ചാറിടുന്നതെന്ന് പിക്കിളച്ചാറെന്ന് ടൈപ്പ് ചെയ്താൽ കിട്ടുമായിരിക്കും. ഞാൻ ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു, #ടാഗ് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ഇട്ടിട്ടുണ്ട് 1 മിനിറ്റിൻ്റെ ഒരു വീഡിയോ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വേറെ വീഡിയോ ഒന്നും ഷോർട്സ് ഒന്നും എടുക്കാത്തത്. അപ്പം നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയായി. ഇനി ഇതെല്ലാം കൂടെ ആറി കഴിയുമ്പോൾ നമുക്ക് ഭരണിക്കകത്താക്കി വെച്ചാൽ മതി. നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ. എന്താ നല്ല അടിപൊളി പൈനാപ്പിൾ അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു ഇത്രയും ഉണ്ടെങ്കിൽ തന്നെ ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പാത്രം ചോറുണ്ണാം. അത്രയ്ക്ക് ടേസ്റ്റാണ്. മധുരമുണ്ട്, പുളിയുണ്ട്, എരിവും ആവശ്യത്തിനുണ്ട്. അതുകൊണ്ട് അത്രയ്ക്ക് നല്ലതാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. പൈനാപ്പിൾ ഉള്ളവർ ഇല്ലാത്തവർ കടയിൽ നിന്ന് ഒരെണ്ണമൊക്കെ വാങ്ങി 10, 20, 25 രൂപ കൊടുത്താൽ മതിയായിരിക്കും. എനിക്ക് അറിയത്തില്ല കേട്ടോ പൈനാപ്പിളിൻ്റെ വില എത്രയാണെന്ന്. നമ്മുടെ ഇങ്ങോട്ട് ഒത്തിരി റേറ്റ് ആവത്തില്ല. അപ്പോൾ അതേ ഇതുപോലെ അച്ചാറിട്ടാൽ കഴിക്കാനൊക്കെ അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ വീഡിയോ കണ്ടവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഫാൻസൂട്ടം വരുന്നുണ്ട്. ഫാൻസ് കുട്ടനോട് അഭിപ്രായം ചോദിക്കാം. അച്ചാറെടുത്ത് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയുമോ? എവിടെയായിരുന്നു? കൈ കഴുകണമുണ്ടോ? ആ, കൈ കഴുകിയിട്ടാണോ ഒന്ന്? പുളിയുണ്ടാ? ഉപ്പുണ്ടാ? മുളകുണ്ടാ? പുളിയാണാ? അച്ചാർ ഇങ്ങനെ എടുത്ത് വാരി തിന്നാനുള്ള അല്ല തൊട്ട് കൂട്ടാനുള്ളതാ? വെളുത്തുള്ളി. എൻ്റെ പൊന്നോ, ഇതാ എൻ്റെ ആൻസൂട്ടൻ. എൻ്റെ പൊന്നോ, എൻ്റെ ജീവനും ജീവിതവും ഒക്കെ ഇവനിലാണ്. ജീവനും ജീവൻ നീ. ആ, എല്ലാവർക്കും കൊടുത്താണോ? ഇടയ്ക്കിടയ്ക്ക് തന്നെ കോരി തിന്നേക്കരുത് കേട്ടോ. ഇവിടെ അച്ചാറിട്ട് വെച്ചാൽ നമ്മൾ കാണാതെ അടിച്ചു മാറ്റി കോരി തിന്നുന്ന ടീമാണിത്. അപ്പോൾ ഇതൊക്കെ ഇട്ട് വെക്കാൻ ഇനി പാത്രങ്ങളൊക്കെ തപ്പണം മോനെ. അതിനകത്ത് മുളക് പൊടിക്കകത്തൊക്കെ. അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയായി. നമുക്കിതൊന്ന് മൂടി വെക്കാം. ആൻസൂട്ടൻ അച്ചാറും എടുത്തോണ്ട് അങ്ങ് പോയേ. നമ്മളേതായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. നിർത്തിക്കേടാ. ബാസ്കിമോൻ പുറമെടുക്കാം. അവന് ഇച്ചിരി ചോറിട്ട് കൊടുക്കണം. ഇത് അച്ചാർ എടുത്തോണ്ട് വന്നിരിക്കുന്നു. ആ സമയം കൊണ്ട് അവൻ അച്ചാറും കോരിക്കൊണ്ട് പോയി. അച്ചാർ അധികം കഴിക്കാൻ കൊള്ളില്ല കേട്ടോടാ. ഇപ്പം പിന്നെ കൊതിയും കൊണ്ട് ഇച്ചിരി കഴിച്ചോ, കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യട്ടെ കൂട്ടുകാരെ. ബാസ്കി ദേ കയറി വന്നേക്കുന്നത്. അയ്യാടാ എൻ്റെ പൊന്നോ, എൻ്റെ പൊന്നമ്മോ, അറ കുഞ്ഞമ്മോ. ഞാൻ ഇത്ര മാത്രം കൊഞ്ചിക്കണം അവരെ മാത്രാട്ടി. ഇവരെ പോലെ അതുപോലെ കൊഞ്ചിക്കാറില്ല ബാസ്കിമോനെയാ കൊഞ്ചിക്കുന്ന കൂടുതലും. അല്ലേ ബാസ്കിമോനെ കൊഞ്ചിക്കാൻ എത്ര പേര് അമ്മച്ചി കൊഞ്ചിക്കും. അമ്മച്ചി കൂട്ടാന്നൊക്കെയാ വിളിക്കണം. കൂട്ടാന്ന്. പട്ടീനെ കൂട്ടാന്ന് ഇവനെ ഇടാന്ന്. അല്ലാടാ കുന്നാവേ. എന്നാ നീ പറയാൻ വന്നേ? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മൾ വീണ്ടും പുതിയ വിശേഷം പുതിയ വീഡിയോയും ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ദിസ് ഇസ് സൈനിങ് ഓഫ് ബിന്ദു ആൻഡ് ബൈ.